നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് വമ്പന്മാരായ PSG നിലവിൽ ലൂയിസ് എൻറിക്കയ്ക്ക് കീഴിൽ തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. നമുക്കറിയാം, ബാഴ്സക്കെതിരെ ഒരു അസാധാരണമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് അവർ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ യോഗ്യത കരസ്ഥമാക്കിയിരുന്നു. ആദ്യ പാദത്തിൽ സ്വന്തം മൈതാനത്ത് ബാഴ്സയോട് അവർ പരാജയപ്പെട്ടിരുന്നു. പക്ഷെ രണ്ടാം പാദത്തിൽ ബാഴ്സയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് ഒരു തകർപ്പൻ തിരിച്ചുവരവ് PSG നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ സീസണിൽ 4 കിരീടങ്ങൾ നേടി തങ്ങളുടെ കരുത്ത് കാണിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ PSG മുന്നിലുണ്ട്. ഈ സീസണിന്റെ തുടക്കത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന പരിശീലകനാണ് ലൂയിസ് എൻറിക്കെ. എന്നാൽ അദ്ദേഹം അതൊന്നും വകവെക്കാതെ ടീമിനെ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയായിരുന്നു. തനിക്ക് ലഭിച്ച വിമർശനങ്ങളെ കുറിച്ച് ഇപ്പോൾ എൻറിക്കെ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് വിമർശനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും തന്നെ തനിക്ക് പരാതിയില്ലെന്നും താൻ അതിനെയൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുമാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ മാധ്യമങ്ങളെ ഒന്നും ശ്രദ്ധിക്കാറില്ല, അത് സീറോയാണ്. കഴിഞ്ഞ 10 വർഷത്തോളമായി ഞാൻ പരിശീലകനാണ്. ഞാൻ ഏറെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്, അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വിമർശനങ്ങൾ എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ എനിക്ക് പ്രശ്നമോ പരാതിയോ ഇല്ല, അതൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇതാണ് ഈ പരിശീലകൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇതിനോടകം തന്നെ ഫ്രഞ്ച് സൂപ്പർ കപ്പ് കിരീടം PSG സ്വന്തമാക്കിയിട്ടുണ്ട്. കോപ്പ ഡി ഫ്രാൻസിന്റെ ഫൈനലിൽ അവർ പ്രവേശിച്ചിട്ടുണ്ട്. എതിരാളികൾ ലിയോണാണ്. ലീഗ് 1 കിരീടം ഏറെക്കുറെ PSG തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം 10 പോയിന്റിന്റെ ലീഡ് അവർക്കുണ്ട് എന്നുള്ളതാണ്. ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ആണ് PSG എതിരാളികൾ. ഇങ്ങനെ 4 കിരീടങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ PSG മുന്നിലുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.